മറ്റൊന്നും വേണ്ടിപ്പോ നിന്റെ ഒരു വാക്കുമതിയെനിക്ക്. കർത്താവ് തന്നെ പറയുകയാണ്, ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വന്നുവെന്ന് നിരൂപിക്കരുത്. നീക്കുവാനല്ല, നിവർത്തിപ്പാനത്രേ ഞാൻ വന്നത്. ന്യായപ്രമാണത്തെ നീക്കാനല്ല, എന്നാൽ ന്യായപ്രമാണം തെറ്റിച്ചവൻ്റെ ശിക്ഷാവിധിയെ ഇല്ലാതെയാക്കുവാനാണ് ഞാൻ വന്നത്. അതിനുവേണ്ടി ഞാൻ ന്യായപ്രമാണം അനുസരിച്ച് ജീവിച്ച് അവൻ്റെ മരണം ഞാൻ ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ്. ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വന്നുവെന്ന് ആരും നിരൂപിക്കരുത്. നീക്കുവാനല്ല, നിവർത്തിപ്പാനത്രേ ഞാൻ വന്നത്. അതുകൊണ്ട് ന്യായപ്രമാണം പഴയ നിയമത്തിലാണ്, പുതിയ നിയമത്തിൽ അതില്ല. ന്യായപ്രമാണം വേണ്ട. അതുകൊണ്ട് ഇനി എന്തോ പാപം ചെയ്താലും കുഴപ്പമില്ല. കാര്യം ന്യായപ്രമാണം ഇല്ലല്ലോ. ന്യായപ്രമാണം മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ എന്തോ വേണമെങ്കിലും കാണിക്കാം. കാര്യം ന്യായപ്രമാണം ഉണ്ടെങ്കിൽ, ഒരു പ്രമാണം ഉണ്ടെങ്കിലല്ല ചെയ്യുന്ന തെറ്റിന് അത് തെറ്റാണെന്ന് അറിയാനും അതിന് ശിക്ഷ കൊടുക്കാനും ഒക്കെ ന്യായപ്രമാണം ഉണ്ടെങ്കിലല്ലേ പറ്റുള്ളൂ. അത് മാറിയിട്ടില്ല, അതിപ്പോഴും ഉണ്ട്. എന്നിട്ട് കർത്താവ് പറയുകയാണ്, സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും വരെ സകലതും നിവൃത്തിയാകുവോളം ന്യായപ്രമാണത്തിൽ നിന്ന് ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും ഒരു നാളും ഒഴിഞ്ഞു പോകയില്ല. ഇത് ഞാൻ പറയുന്നതല്ല, കർത്താവ് തന്നെ പറഞ്ഞതാണ്. എന്നുവരെ? ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും വരെ. പഴയ നിയമത്തിൽ നിന്ന് പുതിയ നിയമത്തിലേക്ക് കടന്നപ്പോൾ ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോയോ? ഇല്ലല്ലോ, അതിപ്പോഴും ഇല്ലേ? അങ്ങനെയാണെങ്കിൽ ഇന്നും ന്യായപ്രമാണമുണ്ട്. എന്നാൽ ആ ന്യായപ്രമാണം മുഖേന തെറ്റിന് വിധിക്കപ്പെട്ടവരായ നമ്മളെ വിടുവിക്കുവാൻ യേശു കർത്താവ് കാൽവറി ക്രൂശിൽ മരിച്ചു. എൻ്റെ പാപങ്ങളുടെ ലിസ്റ്റ് അവൻ ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. അതുകൊണ്ട് എനിക്ക് ഇപ്പോൾ ശിക്ഷാവിധിയിൽ നിന്ന് ഒഴിവുണ്ട്. ന്യായപ്രമാണത്തിൽ നിന്നല്ല ഒഴിവുള്ളത്, ശിക്ഷാവിധിയിൽ നിന്ന് ഒഴിവുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ ഇവിടെ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ ന്യായപ്രമാണത്തിൽ നിന്ന് ന്യായശാസ്ത്രിമാർ പറഞ്ഞ കോട്ട് ചെയ്ത വാക്കുകൾ എടുത്തിട്ട് കർത്താവ് പറയാണ്, അവിടെ എഴുതിയിരിക്കുന്നത് കൊല ചെയ്യരുത്. 21-ാമത്തെ വാക്യത്തിൽ കൊല ചെയ്യരുതെന്നും ആരെങ്കിലും കൊല ചെയ്താൽ ന്യായവിധിക്ക് യോഗ്യനാകുമെന്നും പൂർവന്മാരോട് അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, കർത്താവ് പറയാ, ഞാനോ നിങ്ങളോട് പറയുന്നത്. മോശ കൊടുത്ത ന്യായപ്രമാണത്തിൽ എന്തെഴുതിയിട്ടുണ്ട്? കൊല ചെയ്യരുത് എന്നെഴുതിയിട്ടുണ്ട്. പക്ഷെ കർത്താവ് പറയാണ്, ഞാനോ നിങ്ങളോട് പറയുന്നത്. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. മോശ പറഞ്ഞതിൻ്റെ വ്യാഖ്യാനമോ അല്ലെങ്കിൽ അതിൻ്റെ ആന്തരിക അർത്ഥമോ ആണ് കർത്താവ് പറയുന്നത്. കർത്താവ് പറയുക, സഹോദരനോട് കോപിക്കുന്നവനെല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും. സഹോദരനോട് നിസാര എന്ന് പറഞ്ഞാലോ ന്യായാധിപ സഭയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും. മൂഢ എന്ന് പറഞ്ഞാലോ അഗ്നി നരകത്തിന് യോഗ്യനാകും. കാര്യം, നീ സഹോദരനെ ഫിസിക്കലി കൊന്നില്ലെന്നുള്ളതേ ഉള്ളൂ, സാഹോദര്യം നീ നശിപ്പിച്ചു. സാഹോദര്യം നശിപ്പിക്കുന്നത് തന്നെ കൊലയാണ്. അതാണ് ദൈവത്തിൻ്റെ മനസ്സ്. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കണം. ന്യായപ്രമാണത്തിൻ്റെ ആന്തരികമായ അർത്ഥമാണ് കർത്താവ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഞാനോ നിങ്ങളോട് പറയുന്നത്. അത് പറയാൻ യേശുവിനേ കഴിയത്തുള്ളൂ. കാര്യം, നിയമം കൊടുത്ത ദൈവം തന്നെയാണ് യേശു. പഴയ നിയമത്തിൽ മോശയ്ക്ക് ന്യായപ്രമാണം കൊടുത്ത അതേ ദൈവം തന്നെയാണ് ഇപ്പോൾ യേശു ആയി നമ്മുടെ മധ്യത്തിൽ വന്നത്. അതുകൊണ്ട് യേശുവിന് അത് വ്യാഖ്യാനിക്കാം, അത് തിരുത്തുകയല്ല. യേശു ഇത് തിരുത്തുന്നില്ല. കൊല ചെയ്യരുതെന്ന് നിങ്ങൾ പൂർവന്മാർ അരുളി ചെയ്തത് കേട്ടിട്ടുണ്ടല്ലോ. ഇന്ന് തൊട്ട് ആര് വേണമെങ്കിലും കൊല ചെയ്തോ എന്നാണോ പറയുന്നത്? ആണോ? അല്ല. യേശു കർത്താവ് ന്യായപ്രമാണം തിരുത്തുന്നില്ല. എന്നാൽ ന്യായപ്രമാണത്തിൻ്റെ ആന്തരിക അർത്ഥം നമുക്ക് ഗ്രഹിപ്പിച്ചു തരുന്നു. ശാരീരികമായി കൊല ചെയ്യുന്നതിനെ കുറിച്ച് മാത്രമേ ന്യായശാസ്ത്രി ആലോചിച്ചിട്ടുള്ളൂ. ഞാൻ ഒരുത്തനെ കുത്തിയാലും അവൻ ചത്തില്ലെങ്കിൽ ഞാൻ കൊലപാതകനല്ല, കൊലപാതക ശ്രമമോ എന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷെ കർത്താവ് പറയുകയാണ്, അപ്പം പഴയ നിയമത്തിലൊക്കെ കൊല ചെയ്യാൻ എന്തുമാത്രം പ്രയാസമായിരുന്നു. എനിക്കൊരുത്തനെ കൊല്ലണമെന്നുണ്ടെങ്കിൽ ഞാൻ പിച്ചാത്തിയും കൊണ്ട് ചെല്ലണം. ഞാനൊന്ന് പറയുക, പിച്ചാത്തിയും കൊണ്ട് ചെന്ന് അവനെ കുത്തണം. എൻ്റെ പിച്ചാത്തിക്ക് നല്ല മൂർച്ച ഉണ്ടായിരിക്കണം. അതങ്ങ് അകത്ത് ചെല്ലണം, അവൻ ചാകണം. ചിലപ്പോൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ അവൻ
എൻ്റെ കയ്യിൽ നിന്ന് പിച്ചാത്തിയും പിടിച്ചു പറിച്ച് എനിക്ക് 2 വീക്കും തന്നു വെച്ച് പോടാന്ന് പറഞ്ഞു വിട്ടെന്നിരിക്കും. അപ്പോൾ എനിക്ക് കൊലപാതകനാകാൻ പറ്റത്തില്ല. കൊലപാതകനാകണമെങ്കിൽ തന്നെ എന്തൊരു പ്രയാസമായിരുന്നു. പക്ഷെ കർത്താവ് പറയുകയാണ്, ന്യായപ്രമാണം ഞാൻ തന്നപ്പോൾ എൻ്റെ മനസ്സിലിരുന്നത് എന്താണ്? ദൈവത്തിൻ്റെ മനസ്സ് പ്രകാശിപ്പിക്കുകയാണ് യേശു കർത്താവ് ഇവിടെ. കുഞ്ഞുങ്ങളെ, കൊല ചെയ്യരുത് എന്ന് മോശയോട് ഞാൻ അരുളി ചെയ്തപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് സാഹോദര്യം നിഷേധിക്കാൻ പാടില്ല. സഹോദരനോട് കോപിക്കുന്നവനെല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും. സഹോദരനോട് നിസ്സാര എന്ന് പറഞ്ഞാലോ ന്യായാധിപ സഭയുടെ മുമ്പാകെ നിൽക്കേണ്ടി വരും. മൂഢ എന്ന് പറഞ്ഞാലോ അഗ്നി നരകത്തിന് യോഗ്യനാകും. അപ്പോൾ പുതിയ നിയമത്തിൽ വീട്ടിലിരുന്ന് കൊലപാതകം ചെയ്യാം. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെന്ന് ഫിസിക്കലി കൊല്ലുകയൊക്കെ വേണമായിരുന്നു. ഇപ്പം അതൊന്നും ആവശ്യമില്ല. വീട്ടിലിരുന്ന് കൊലപാതകം ചെയ്യാം. കാരണം ദൈവത്തിൻ്റെ മനസ്സിലിരുന്നത് അതാണ്. പക്ഷേ അന്നത്തെ ജനതയ്ക്ക് അത് മനസ്സിലാകാഞ്ഞത് കൊണ്ട് മോശ കൊടുത്തതിനെ ന്യായശാസ്ത്രിമാർ അതിൻ്റെ അക്ഷരം മാത്രമേ എടുത്തുള്ളൂ. യഥാർത്ഥത്തിൽ ന്യായപ്രമാണത്തിൻ്റെ അർത്ഥം കർത്താവ് പറഞ്ഞു തരുമ്പോൾ അത് പറഞ്ഞു തരാൻ കർത്താവിന് കഴിയുന്നതിൻ്റെ കാരണം എന്താണ്? ബിക്കോസ് ഹീ ഈസ് ഗോഡ്. അവൻ ദൈവമായതുകൊണ്ടാണ് അവനത് പറഞ്ഞു തരുവാൻ കഴിയുന്നത്. ഞാൻ ലണ്ടനിൽ ഒരു പ്രാവശ്യം ഒരു കുഞ്ഞുങ്ങളുടെ ഒരു ക്ലാസ് എടുത്തപ്പോൾ ഒരു 12-13 വയസ്സുള്ള ഒരു ചെറുക്കൻ അവൻ എന്നോട് ചോദിച്ചു, വളരെ ആത്മാർത്ഥതയോടെ ചോദിച്ച നല്ലൊരു ചെറുക്കനാണ്. അവനോട് ചോദിച്ചു, അങ്കിൾ, മോസസ് വാസ് ദ ലോ ഗിവർ, ജീസസ് വാസ് നോട്ട് ദ ലോ ഗിവർ, സോ മോസസ് മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ജീസസ്, റൈറ്റ്? മോശയാണ് ന്യായപ്രമാണം തന്നത്, യേശു ന്യായപ്രമാണം തന്നില്ലല്ലോ. അപ്പം യേശുവിനേക്കാൾ വലിയ ആളല്ലേ മോശ? അവൻ്റെ ചോദ്യമൊന്നുമല്ല. ഇതൊക്കെ നമ്മുടെ തലമുറയിലെ കുഞ്ഞുങ്ങളെ മറ്റു മതസ്ഥരായ ആളുകൾ ബ്രെയിൻ വാഷ് ചെയ്ത്, അല്ലെ 12 വയസ്സുള്ള ചെറുക്കൻ ഈ ചോദ്യം ഒന്നും ചോദിക്കത്തക്ക രീതിയിലും അതൊന്നുമില്ല. അത് അവൻ്റെ മനസ്സിലുള്ളതല്ല. അവനോട് അവൻ്റെ കൂടെ പഠിക്കുന്ന ക്രൈസ്തവരായ ആളുകൾ അവരുടെ മതം നമ്മുടെ പിള്ളേർക്ക് നമ്മൾ വിശ്വസിക്കുന്നതിനാണെന്നറിയത്തില്ല. പക്ഷെ അവരുടെ പിള്ളേരെയൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച് വിട്ടിരിക്കുക. നീ ക്രിസ്ത്യാനിയോട് ചോദിക്കണം, അവനെ വലയ്ക്കണം. നമ്മളെ വലയ്ക്കാൻ വേണ്ടി, സംശയം ഉണ്ടാക്കാൻ വേണ്ടി, നമ്മളെ കുഞ്ഞുങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി ആ മതക്കാര് അങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ചു വിട്ടിരിക്കുകയാണ്. എൻ്റെ അടുത്ത് ചോദിച്ചതാ, മോശയല്ലേ ലോ ഗിവർ? നിയമം തന്നത് മോശയല്ലേ? യേശു നിയമം തന്നില്ലല്ലോ. അപ്പം യേശുവിനേക്കാൾ വലിയ ആളല്ലേ മോശ? എന്തോ പറയുന്ന ഈ ചെറുക്കനോട്. ഏതാണെങ്കിലും അന്നേരം ദൈവം എൻ്റെ മനസ്സിൽ തന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു, കുഞ്ഞേ, മോശ നിയമദാതാവല്ല. മോസസ് വാസ് നോട്ട് ദ ലോ ഗിവർ. അപ്പൊ അവൻ ചോദിച്ചു, ഇതുവരെ കേട്ടിട്ടുള്ളത് അങ്ങനല്ലല്ലോ, മോശയാണ് ലോ ഗിവർ എന്നാണല്ലോ. ഞാൻ പറഞ്ഞു, അല്ല, മോശ ന്യായപ്രമാണം കൊണ്ടു തന്നേ ഉള്ളൂ. ഹി വാസ് നോട്ട് ദ ലോ ഗിവർ, ഹി വാസ് ക്യാരിയിങ് ദ ലോ. ലോ ഗിവർ ദൈവമാണ്, നിയമദാതാവ് ദൈവമാണ്. അതുകൊണ്ട് മോശയോട് ചോദിക്കുമ്പോൾ മോശ പറയുന്നത് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നെന്നാണ്. കാര്യം അവൻ്റെ വാക്കല്ല. ആരുടെ വാക്കാ? യഹോവയുടെ വാക്കുകൾ. അതുകൊണ്ടാണ് നിയമം തരാൻ ദൈവത്തിനേ പറ്റൂ. അങ്ങനെ ദൈവം കൊടുത്ത നിയമത്തെ മോശ എന്ത് ചെയ്തു? ഇങ്ങോട്ട് കൊണ്ടു തന്നെന്നുള്ളതേ ഉള്ളൂ. മോസസ് വാസ് നോട്ട് ദ ലോ ഗിവർ. എന്നാൽ യേശു, അവൻ ദൈവമാണ്. കാരണം എന്താ? അവൻ പറയുന്നത് ഞാനോ നിങ്ങളോട് പറയുന്നത്. പ്രവാചകന്മാരും മോശയും എല്ലാവരും യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു. എന്നാൽ യേശു പറഞ്ഞു, ഞാനോ നിങ്ങളോട് പറയുന്നത്. കാരണം എന്താ? ഹീസ് ലോർഡ്. അവൻ ദൈവമാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രിയമുള്ളവരെ, ആ ദൈവത്തെയാണ്, നിയമദാതാവായ ദൈവമാണ് യേശു കർത്താവ്. ആ യേശു കർത്താവാണ് ന്യായപ്രമാണത്തെ വ്യാഖ്യാനിക്കുന്നത്. അതുകൊണ്ട് ന്യായപ്രമാണത്തെ വ്യാഖ്യാനിക്കുവാനുള്ള അവകാശം യഥാർത്ഥത്തിലുള്ളത് യേശുവിനാണ്. നമ്മൾ എബ്രായ ലേഖനം അതിൻ്റെ 1-ാമത്തെ അധ്യായത്തിൽ തന്നെ വായിക്കുമ്പോൾ 1 മുതലുള്ള വാക്യങ്ങൾ, ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. നോക്കുക, ദൈവം പണ്ട് ഭാഗമായും വിവിധമായും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തു. അപ്പോൾ പഴയ നിയമത്തിൽ പ്രവാചകന്മാരോട് ദൈവം അരുളി ചെയ്തത് അവിടെ എഴുതിയിരിക്കുന്നത് ആ ഓൾഡൻ ടൈമിൽ സ്പോക്കൺ ടു ദ ഫാദേഴ്സ് ആൻഡ് ദ പ്രോഫറ്റ്സ് ബൈ ഡൈവേഴ്സ്
പോർഷൻസ് ആൻഡ് ഡൈവേഴ്സ് മാനേഴ്സ്. പല വിധത്തിലും പല രീതിയിലുമാണ്. കാര്യം ഈ പറയുന്ന ജനങ്ങൾക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ അവർ ഇതൊക്കെ എഴുതിയെന്നുള്ളതേ ഉള്ളൂ. ദൈവം കൊടുത്തതാണ്, ദൈവത്തിൻ്റെ നിയമമാണ്. പക്ഷേ അത് കൊടുക്കുന്നത് ഭാഗം ഭാഗമായും വിവിധമായുമാണ്. എന്നാൽ ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മളോട് അരുളി ചെയ്തിരിക്കുന്നു. യേശുവിലൂടെ പറയുന്നതാണ് യഥാർത്ഥ വാക്കുകൾ, അതിൻ്റെ ആന്തരികമായ അർത്ഥം, കർത്താവ് പറഞ്ഞതായ കാര്യങ്ങൾ. അതാണ് ദൈവത്തിൻ്റെ മനസ്സിലിടുന്ന കാര്യം. അതൊരു പക്ഷേ പ്രവാചകന്മാർക്ക് അല്ലെങ്കിൽ അത്രത്തോളം ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല. അവർ തെറ്റിച്ച് പറഞ്ഞെന്നോ ദൈവവചനമല്ലെന്നോ അതിനകത്ത് ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നമുണ്ടെന്നോ അല്ല ഞാൻ പറയുന്നത്. പക്ഷെ അത് ഭാഗികമാണ്. കൊല ചെയ്യരുത് എന്ന് പറഞ്ഞത് ഭാഗികമാണ്. കാരണം അവര് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അക്ഷരാർത്ഥത്തിൽ കൊല്ലുന്നത് മാത്രമേ അവരുടെ മനസ്സിൽ വന്നുള്ളൂ. എന്നാൽ കർത്താവ് പറയാണ്, അക്ഷരാർത്ഥത്തിൽ കൊല്ലുന്നത് മാത്രമല്ല കൊലപാതകം. നിന്റെ സഹോദരനെ നിസാര എന്ന് വിളിച്ചാൽ നീ ന്യായാധിപ സഭയുടെ മുമ്പാകെ നിൽക്കേണ്ടി വരും. അവനെ മൂട എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അഗ്നി നരകത്തിന് യോഗ്യനാകും. അതാണ് കൊലപാതകം. കൊല ചെയ്യരുതെന്നുള്ള ന്യായപ്രമാണം മാറ്റിയില്ല. പക്ഷെ ആ കൊലപാതകം എന്താണെന്നുള്ളത് യേശു കർത്താവ് കൃത്യമായിട്ട് പഠിപ്പിച്ചു. എന്നിട്ട് പറയുകയാണ്, നിങ്ങൾ ന്യായശാസ്ത്രിമാരെ പോലെ ആകരുത്. കാരണം ന്യായശാസ്ത്രിമാര് അതിൻ്റെ അക്ഷരം മാത്രമാണ് മനസ്സിലാക്കിയത്. എന്നാൽ ഞാൻ വന്ന് നിങ്ങളുടെ ഉള്ളിലേക്ക് അതിൻ്റെ ആത്മാവിനെ തരികയാണ്. ഇനി നിങ്ങൾ എൻ്റെ വചനം കേൾക്കുക എന്ന് തന്നെയല്ല, എൻ്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ അതിൻ്റെ അർത്ഥം ഗ്രഹിപ്പിച്ചു തരും. അത് യേശു പറയുന്നത് പോലെ പഴയ നിയമത്തിലെ പ്രവാചകന്മാരുടെ പുസ്തകത്തിൽ, പ്രത്യേകിച്ച് യിരെമ്യാവിൻ്റെ പ്രവചനം അതിൻ്റെ 31 അധ്യായം, അവിടെ അതിൻ്റെ 31 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട്. ഞാൻ ഇസ്രായേൽ ഗൃഹത്തോടും യഹൂദാ ഗൃഹത്തോടും പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇതെന്നാ പറയുന്നത്? യേശു ജനിക്കുന്നതിന് എത്രയോ നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് യിരെമ്യാ പ്രവാചകൻ മുഖേന്ദ്ര പറയാണ്, ഞാൻ ഇസ്രായേൽ ഗൃഹത്തോടും യഹൂദാ ഗൃഹത്തോടും പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ അവരുടെ പിതാക്കന്മാരെ കൈക്ക് പിടിച്ച് മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നാളിൽ ഞാൻ അവരോട് ചെയ്ത നിയമം പോലെയല്ല, സീനായിലെ നിയമം പോലെയല്ല. സീനായിൽ ഞാൻ നിയമം കൊടുത്തു, പക്ഷെ പ്രശ്നം എന്താണ്? ഞാൻ അവർക്ക് ഭർത്താവായിരുന്നിട്ടും അവർ എൻ്റെ നിയമം ലംഘിച്ചു കളഞ്ഞു എന്ന് യഹോവയുടെ അരുളപ്പാട്. പഴയ നിയമത്തിലെ നിയമങ്ങൾ കർത്താവ് കൊടുത്തതാണ്. പക്ഷേ കർത്താവ് ഇസ്രായേൽ ഗൃഹത്തെയും യഹൂദാ ഗൃഹത്തെയും തൻ്റെ കൂട്ടാളിയായിട്ട്, അവർക്ക് യഹൂദാ ഗൃഹത്തിനും ഇസ്രായേൽ ഗൃഹത്തിനും യഹോവ ഭർത്താവായിരുന്നിട്ട് കൂടെ ബന്ധമൊക്കെ ഉണ്ടായിട്ടും അവർക്ക് ഞാൻ കൊടുത്ത നിയമത്തെ അനുസരിക്കാൻ കഴിഞ്ഞില്ല. അതിനുള്ള കപ്പാസിറ്റി അവർക്കില്ലായിരുന്നു. അവർക്ക് മനസ്സിലായില്ല. അവരതിൻ്റെ അക്ഷരം മാത്രം എടുത്തു. എന്നാൽ ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗൃഹത്തോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു. കർത്താവ് പറയാണ്, ഞാൻ എൻ്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. അതാണ് യേശു കർത്താവിൻ്റെ കാലത്ത് സംഭവിക്കുന്നത്. ന്യായപ്രമാണം പുറത്തു നിന്ന് അകത്ത് കയറുകയാണ്. ഞാൻ അവർക്ക് ദൈവമായും അവർ എനിക്ക് ജനമായും ഇരിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവും. റിലേഷൻഷിപ്പിലേക്ക് കടക്കുകയാണ്. ശാസ്ത്രിമാരെ സംബന്ധിച്ചിടത്തോളം ന്യായപ്രമാണം ഒരു പുസ്തകമാണ്. ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ? പരീശന്മാരെയും ശാസ്ത്രിമാരെയും സംബന്ധിച്ചിടത്തോളം ന്യായപ്രമാണം ഒരു പുസ്തകമാണ് എന്ന് പറഞ്ഞാൽ അക്ഷരമാണ്. പക്ഷേ ആ അക്ഷരത്തിനപ്പുറത്ത് ആത്മാവിലേക്ക് തുളച്ചു ചെല്ലുന്ന നിയമമാണ് കർത്താവ് തരുന്നത്. അതുകൊണ്ട് കർത്താവ് തന്നെ പറയാണ്, അതൊരു പുതിയ നിയമമാണ്. ഞാൻ എൻ്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി. അതാ ഇന്ന് സംഭവിച്ചിരിക്കുന്നത്. ഇന്ന് ന്യായപ്രമാണം വെറും അക്ഷരമല്ല. അക്ഷരമുണ്ട്, പക്ഷേ ആ അക്ഷരത്തിനപ്പുറത്ത് അത് ആത്മാവിലേക്ക് തുളച്ചു കയറുകയാണ്. പിച്ചാത്തിയെടുത്ത് മാത്രമല്ല ഇന്ന് കൊല. എൻ്റെ വീട്ടിലിരുന്ന് എൻ്റെ സഹോദരൻ നിസാരനെന്ന് ഞാൻ ചിന്തിച്ചാൽ എൻ്റെ ചങ്ക് പൊട്ടു. കർത്താവെ ക്ഷമിക്കണേന്ന് പറയും. പരീശനോ ശാസ്ത്രിമാരോ അങ്ങനെ പറയത്തില്ല. കാര്യം അവൻ പറയുന്നത്, എനിക്കെന്താ കുഴപ്പം, ഞാൻ അവനെ കൊന്നില്ലല്ലോ. എനിക്കതല്ല, എൻ്റെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ. കാര്യം ന്യായപ്രമാണം ഇപ്പോൾ പുറത്തല്ല, ന്യായപ്രമാണം എൻ്റെ ഉള്ളിലാണ്. അക്ഷരമായിട്ടുണ്ട്,
പക്ഷെ അക്ഷരത്തിനപ്പുറത്ത് അത് എൻ്റെ ആത്മാവിലേക്ക് കയറിയിരിക്കുകയാണ്. ഇതാണ് യേശുവിൻ്റെ ഉപദേശം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. യേശുവേ ഒരു വാക്കുമതി എൻ ജീവിതം മാറിടുവാൻ. നിന്റെ സന്നിധി ഇപ്പോൾ ഞാൻ നിന്റെ മൊഴികൾക്കായി വാഞ്ചിക്കുന്നേ. യേശുവേ ഒരു വാക്കുമതി എൻ ജീവിതം മാറിടുവാൻ. നിന്റെ സന്നിധിയിൽ ഇപ്പോൾ ഞാൻ നിന്റെ മൊഴികൾക്കായി വാഞ്ചിക്കുന്നേ. യേശുവേ എൻ പ്രിയരേ, നിന്റെ മൃദുസ്വരം കേൾപ്പിക്കണേ. മറ്റൊന്നും വേണ്ടിപ്പോ നിന്റെ ഒരു വാക്കുമതി എനിക്ക്. നിന്റെ മൃദുസ്വരം കേൾപ്പിക്കണേ. മറ്റൊന്നും വേണ്ടിപ്പോ നിന്റെ ഒരു വാക്കുമതി എനിക്ക്. മരിച്ചവരെ ഉയർപ്പിച്ചതാ, രോഗികളെ വിടുവിച്ചതാ, കൊടും കാറ്റിനെ അടക്കിയതാ, നിന്റെ ഒരു വാക്കുമതി എനിക്ക്. മരിച്ചവരെ ഉയർപ്പിച്ചതാ, രോഗികളെ വിടുവിച്ചതാ, കൊടും കാറ്റിനെ അടക്കിയതാ, നിന്റെ ഒരു വാക്കുമതി എനിക്ക്. യേശുവേ എൻ പ്രിയരേ, നിന്റെ മൃദുസ്വരം കേ